ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ സ്രാവ് മേടിക്കാൻ വന്നതാണ് കേട്ടോ. സ്രാവ്, ചൂര, ചെറിയ ചെറിയ കുഞ്ഞു മീനുകൾ, നങ്ക്, ഇങ്ങനെയുള്ള മീനൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മേടിക്കാൻ വന്നത് സ്രാവാണ് കേട്ടോ. സ്രാവ് മേടിക്കാൻ കാരണം കിട്ടാത്തൊരു ഐറ്റം തന്നെയാണ് സ്രാവ് എന്ന് പറയുന്നത്. സ്രാവ് അധികം നമുക്ക് 450 രൂപയ്ക്കാണ് ഞങ്ങൾ ഒരു ദിവസം മേടിച്ചത്. അപ്പോൾ ഈ സ്രാവിൻ്റെ വില എന്ന് പറഞ്ഞാൽ 350 രൂപയായിരുന്നു 1 കിലോ സ്രാവിൻ്റെ വില എന്ന് പറയാനായിട്ട്. അപ്പം ഞങ്ങൾ മേടിച്ചത് കുറച്ച് 1/2 കിലോ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1/2 കിലോയ്ക്ക് അവർ 150 രൂപയ്ക്ക് അവർ 160 പറഞ്ഞ് 170 പറഞ്ഞ് ഞങ്ങൾ 150 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്രാവ് കേട്ടോ. ചെറിയ 2 സ്രാവ് നോക്കിയാണ് നമ്മൾ എടുത്തത്. ഇന്നത്തെ അര നമുക്ക് തോരൻ വെക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ സ്രാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂരയ്ക്കും നല്ല ഫ്രഷ് ചൂരയായിരുന്നു. ചൂരയുണ്ടായിരുന്നു, നങ്കുണ്ടായിരുന്നു, അതുപോലെ തന്നെ അയിലയുണ്ടായിരുന്നു. ഇത്രയും മീൻ നല്ല അടിപൊളി മീനൊക്കെ ആയിരുന്നു കേട്ടോ. പച്ച മീൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയിട്ട് നമ്മൾ ഇത് വെട്ടാൻ ഇച്ചിരി പാട് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ തൊലി നമുക്ക് പൊളിച്ചെടുക്കണമായിരുന്നു. പിന്നെ നമ്മളിതിൻ്റെ തലയും എല്ലാം നമ്മൾ എടുക്കും കേട്ടോ. ഈ തല നമ്മൾ എടുത്തിരിക്കുന്നത് കറി വയ്ക്കാൻ വേണ്ടിയിട്ടല്ല. തല നമ്മൾ മുരിങ്ങയിലിട്ട് ചിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തല എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ തോലെല്ലാം പറിച്ചെടുത്ത് അത് അങ്ങോട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ കറി വെക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങ വറുത്തരച്ച കറിയാണ് ഈ സ്രാവ് കറി വെക്കുമ്പോൾ സാധാരണ എല്ലാവരും വെക്കുന്നത്. കാരണം അതിനാണ് ടേസ്റ്റ് കൂടുതലും. അപ്പോൾ ഇതിൻ്റെ തല നമ്മൾ മുരിങ്ങയിലിട്ട് തോരൻ വെക്കുകയും ചെയ്യും. അതിൻ്റെ മുരിങ്ങയിലിട്ട് തോരൻ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഈ സ്രാവിൻ്റെ എടുക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് സ്രാവിൻ്റെ തല ഭാഗവും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം. അതിൻ്റെ എല്ലും മുള്ളും എല്ലാം നമുക്ക് മുള്ളധികം ഇല്ല, ഇതിന് എല്ലാണ് കൂടുതലായിട്ടുള്ളത്. ആ മുള്ളെന്നും പറയും, എല്ലെന്നും പറയും. ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. നമുക്ക് ചവച്ച് തിന്നാനായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ തന്നെയാണ് സ്രാവിൻ്റെത്. സ്രാവിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ എടുക്കും. അപ്പോൾ സ്രാവ് നമ്മൾ തേങ്ങ വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ, പച്ചമുളക്, കൊച്ചുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. എണ്ണയ്ക്കകത്തിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വറുത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തു. ആ അരപ്പ് നമ്മൾ കറി വെക്കുന്ന ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് ലേശം ഉപ്പ് വിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ആ സമയത്ത് തന്നെ നമ്മൾ പുളിവെള്ളമല്ല, പുളിയാണ് ഇവിടെ. കുടംപുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീനും പിറക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് വിട്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സ്രാവ് കറി ഇവിടെ റെഡിയാണ് കേട്ടോ. നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കി വെക്കാം. അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്രാവ് കറി. അപ്പോൾ സ്രാവ് കറിയുടെ കൂടെ നമുക്ക് സ്രാവിൻ്റെ തല നമ്മൾ മുരിങ്ങയിലിട്ട് ചിക്കിയതാണ് എടുത്തിരിക്കുന്നത്. അതായത് ഞണ്ട് റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമ്മൾ ഇന്നത്തെ ഉച്ചയൂണായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.